ഹേ ഗായ്സ്, അപ്പോൾ ഇന്നലെയായിരുന്നു കേട്ടോ വിഷ്ണുവേട്ടൻ്റെ കെട്ടുന്നറ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ 6:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോഴേക്കും കെട്ടുന്നറ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കുണ്ടായിരുന്നു നെയ്മുദ്ര നിറയ്ക്കാൻ. അപ്പോൾ ഞാനതൊക്കെ നിറച്ചതിന് ശേഷം ഇന്നലെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പൂജ ഉണ്ടായിരുന്നു. പൂജയുടെ കൂടെ സ്വാമിമാർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടനും അച്ഛനും അവിടെ ആയത് കാരണം ഞാനും അമ്മയും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഏകദേശം എല്ലാ സ്വാമിമാരുടെയും കെട്ടുന്നറയൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും അവിടെ അവരുടെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ശരണമൊക്കെ വിളിച്ച് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് നാളികേരം ഉടച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അവരുടെ ബസ്സും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ബസ്സിലൊക്കെ കയറി. ഇവർ 5 ദിവസത്തെ യാത്രയാണ്. ഇവർ എരുമേലിയിൽ നിന്ന് നടന്നിട്ടാണ് കേട്ടോ പോണത്. അതിൻ്റെ ഇടയിൽ ഏട്ടനും അനിയനും സ്നേഹപ്രകടനമാണ്. യാത്ര പറയുകയാണ് രണ്ടുപേരും. വിഷ്ണുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അനുവേട്ടൻ. വിഷ്ണുവിൻ്റെ അമ്മയുടെ മോനാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് ശിവേട്ടൻ. അപ്പം അങ്ങനെ ഇവരുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഒരു തടസ്സവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അവരെല്ലാവരും അയ്യപ്പനെ തൊഴുത് നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി. അതിനുശേഷം നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. സപ്പോർട്ട് ചെയ്യുക. താങ്ക്